ഹലോ, ഈദ് മുബാറക്. കുളിച്ചു മാറ്റി റെഡി ആയ എന്നൊക്കെ ആയോ? ഞാനതാ കുളിച്ച് മാറ്റി സെറ്റാക്കിയാണ്. ഇനി വേഗം പോയിട്ട് തിന്നണം. പിന്നെ സൗണ്ട് എന്താ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് സുഖമില്ല, തൊണ്ടവേദന, അങ്ങനത്തെ ഓരോന്നുണ്ട്. അതിൻ്റെ അനിയന്മാരും ഏട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എന്തായാലും പോട്ടെ, അത് നമ്മൾ കാര്യമാക്കരുത്. അപ്പം ഇന്ന് പെരുന്നാളാണല്ലേ. പക്ഷെ എന്താ അറിയില്ല, ഇന്ന് പെരുന്നാളിൻ്റെ ഒരു വൈബൊന്നും കിട്ടണില്ല. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് പറയും. നിങ്ങൾക്ക് അടിപൊളിയാവുണ്ടോ പെരുന്നാൾ, അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണോ എന്താണെന്നുള്ള കമൻറ്റ് ആക്കുക. സ്പെഷ്യൽ എന്താ വീട്ടിൽ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ആക്കാൻ. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ടില്ലേ? പള്ളിയിലൊക്കെ പോയോ? അവിടെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് തൊട്ടപ്പോൾ സമയത്ത് റേറ്റുള്ളൂ. എല്ലാവരും നേരത്തെ എണ്ണീറ്റ് റെഡി ആയി ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണല്ലേ. അങ്ങനെ രാവിലെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചിപ്സും എടുത്ത് ഇറങ്ങിയിട്ടോ. ഇത് തിന്ന് തീർക്കണം, കാരണം ഇതാണ് ഇവിടുത്തെ പതിവ്. എനിക്ക് രാവിലെ തന്നെ കുറച്ച് ബേക്കറി തിന്നു, പിന്നാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവുക പെരുന്നാളിൻ്റെ അന്നൊക്കെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും ലിവർ കറിയും വേണം കേട്ടോ. ഇതും പണ്ട് മുതലേ ഇങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ പെരുന്നാളിൻ്റെ അന്ന് പുട്ടും ലിവർ കറിയും അത് മസ്റ്റാണ്. അതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ വലിയപ്പള്ള കാലത്ത് മുതലേ ഇങ്ങനെ തന്നെ. അപ്പം അതിൽ ഇതുവരെ ഒരു ചേഞ്ച് വരുത്തിയിട്ടില്ല. എന്നത്തെയും പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് തിന്ന് തീർക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. പിന്നെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫൊഗീവ് ചെയ്യുക, വെറുപ്പിക്കലാവാതെ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ ഇതാ മാറ്റി ഒരുങ്ങിയിട്ട് വല്യമ്മേൻ്റെ അടുത്തേക്ക് പോകട്ടെ. വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി സെറ്റാക്കിയാൻ ഇപ്പം ഞാനുമാണ് പോയത്. അങ്ങനെ വണ്ടിമണി കയറി. നല്ല അടിപൊളി വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യമാമൻ്റെ തലേൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ അടുത്തേക്ക് തന്നെ കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ഞാനും ഉപ്പി വണ്ടിമേൽ നേരെ പോയി. പിന്നെ ഇതാ വല്യമ്മനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പം അവിടുത്തെ കസിൻസിനൊക്കെ ആയിട്ട് ഇപ്പം അങ്ങനെ കളിക്കുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മളെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഇതാ ഇപ്പം ഇങ്ങനെ കുട്ടികളായിട്ട് കളിക്കാൻ തുടങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പെരുന്നാൾ പൈസയൊക്കെ കിട്ടി. ഐസിങ്ങൊക്കെ പെരുന്നാൾ പൈസ കിട്ടും. തിരിച്ച് വരുമ്പോൾ CK ബിരിയാണി സെൻറ്ററിൽ ഒരാൾക്കൂട്ടം. എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു ബിരിയാണിക്കുള്ള തിരക്കാണത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നമ്മൾ നേരെ ചോരം തന്നെ ഇരുന്നു കേട്ടോ. അമ്മക്കും ബിരിയാണി ഇന്നേനു. ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും കുറച്ച് ചെമ്മീൻ പൊരിച്ചതും സാലഡൊക്കെ കൂട്ടി തിന്ന് ഒരു ഉറക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കസിൻസ് എല്ലാവരും എത്തിയിട്ടോ. സുഖാണോ? ഫുഡ് കഴിച്ചിട്ട് മാമ തിന്നോ? ചായ കുടിച്ചോ? വേറെന്താ വർത്താനം ചേച്ചിക്ക്? എൻ്റെ വർത്താനോ? നല്ല വർത്താനം. ഈദ് മുബാറക്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.